Assalamu alaikum. Hi everybody. How are you all? Yeah, it's me, your Farida ma'am, your English teacher. So welcome back to my English class. Okay? അപ്പോൾ നമുക്ക് എപ്പോഴത്തെയും പോലെ ഇപ്പോഴും ഒരു ദുആ കൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. So all of you please get ready. Rabbi yasir wala tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. അപ്പോൾ ഇന്നത്തെ ദുആ കഴിഞ്ഞു. ഇനി നമുക്ക് എന്നതാ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം വേറൊന്നുണ്ട് അല്ലേ, പഠിക്കണം. സോ അൽഹംദുലില്ലാ we are about to finish the lesson അല്ലേ. നമ്മൾ ഈ ലെസൺ ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു ടൈമിൽ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെസൺ 5 ആണ് അല്ലേ. ലെസൺ 5 നമ്മൾ ഗ്രാമർ പോർഷനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേക്ക് പേജ് നമ്പർ 52. പേജ് നമ്പർ 52. അപ്പോൾ പേജ് നമ്പർ 52 ഒക്കെ എല്ലാവരും എടുത്തു അല്ലേ? എല്ലാവരും റെഡിയായി? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ അങ്ങോട്ട് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തെന്നാ പഠിക്കണം അല്ലേ? പൊസസീവ് അഡ്ജക്റ്റീവും പ്രോനൗൺ. അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണ്, പൊസസീവ് പ്രോനൗൺ എന്താണ്? ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് യു ഇൻ ദ പ്രീവിയസ് വീഡിയോ, ആൻഡ് ഇൻ ദറ്റ് വീഡിയോ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് that possessive adjective comes before the noun and possessive pronoun comes after the noun. Okay, so today we can do some more activities so that we'll be more clear regarding the same topic. And before that, let me write something on the board, and that is his, hers, its, ours, and theirs. ഇതെന്താന്ന് പറയാമേ. അടുത്തത് my, your, his, her, its, their, and our. ഓക്കെ, അപ്പോൾ ഇതെന്താ എഴുതിയിട്ടെന്നറിയാം. ഇത് ഓൾറെഡി ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് റീഡ് ചെയ്തതാണ്. എന്താ സംഭവം? പ്രോനൗൺസ് യൂസ് ടു ഷോ പൊസഷൻ ആര്? ഇത് ഏതൊക്കെ പ്രോനൗൺസ് ആണ് പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺസ്? ഓക്കെ, ദീസ് ആർ ദ പ്രോനൗൺസ് ദാറ്റ് യൂസ് ടു ഷോ ദ പൊസഷൻ. പൊസഷൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺസ് ആണ് ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, അവേഴ്സ് ആൻഡ് ദെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, ours and theirs. Okay, അടുത്തത് അപ്പോൾ ഇതന്നെയാ. pronouns are also used as adjectives to show possession. അപ്പോഴോ ഈ പ്രോനൗൺസ് ഉണ്ടല്ലോ, ഈ പ്രോനൗൺസ് എന്ന് പറയുന്നത് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യും. pronouns are also used as adjectives. pronouns നമ്മൾ adjectives ആയിട്ട് യൂസ് ചെയ്യും. എന്തിനാ? പൊസഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെയാ? my, your, his, her, its, their, are. ഇതൊക്കെ ഓർത്ത് വെച്ചോണം, കാണാതെ പഠിച്ചോണം. ഇതെല്ലാം തന്നെ പ്രോനൗൺസ് ആണ്. ഇതെല്ലാം പ്രോനൗൺസ് നമുക്കറിയാം. പക്ഷേ ഇത് എന്തായിട്ട് യൂസ് ചെയ്യും? അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഇത് എന്തായിട്ട് യൂസ് ചെയ്യും? അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പൊസിഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോനൗൺസ്, ഇത് പ്രോനൗൺസ് അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന പ്രോനൗൺസ്. ഓക്കെ, ഇനി എന്തെന്നാ? അണ്ടർലൈൻ ദ പൊസസീവ് പ്രോനൗൺസ് ആൻഡ് സർക്കിൾ ദ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഇൻ ദീസ് സെൻറ്റൻസസ്. അപ്പോൾ നമുക്കിത് എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഇതിലിപ്പോൾ ഫസ്റ്റ് എക്സസൈസ് കിടക്കുന്നത് എന്താണ്? അണ്ടർലൈൻ ദ പൊസസീവ് പ്രോനൗൺ, എന്നിട്ടോ സർക്കിൾ ദ പൊസസീവ് അഡ്ജക്റ്റീവ്സ്. നമുക്ക് ഫസ്റ്റ് എക്സസൈസ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 4 ക്വസ്റ്റ്യൻസ് ആർ ദെയർ. അതിൽ പൊസസീവ് പ്രോനൗൺ ഏതാണോ അതിനെ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും കളർ പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ? ഓൾ ടേക്ക് യുവർ കളർ പെൻസിൽ ആൻഡ് ഗെറ്റ് റെഡി. അണ്ടർലൈൻ ദ പൊസസീവ് പ്രോനൗൺസ് ആൻഡ് സർക്കിൾ ദ പൊസസീവ് അഡ്ജക്റ്റീവ്സ്. പൊസസീവ് അഡ്ജക്റ്റീവ്സിനെ കണ്ടാൽ വിടണ്ട, അതിനെ പിടിച്ച് കുപ്പിയിലാക്കിക്കോ. അത് നമുക്ക് സർക്കിൾ ചെയ്തിടണം. ഓക്കെ, so first one, Ritu's mother baked a cake on her birthday അല്ലേ. അപ്പോൾ Ritu's mother baked a cake on her birthday. നമ്മൾ പറഞ്ഞു പൊസസീവ് പ്രോനൗൺ ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യുക. അതല്ല പൊസസീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ അതെന്നാ ചെയ്യണം? സർക്കിൾ ചെയ്യണം അല്ലേ. അപ്പോൾ അതെന്താണ്? ഹേർ. അപ്പോൾ Ritu's mother baked a cake on her birthday. അപ്പോൾ ഹേർ എന്നുള്ളതാണല്ലോ സംഗതി. നിങ്ങൾക്ക് ബോർഡിൽ തന്നെ എഴുതിയിട്ട് തരാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്നാ നോക്കാം. റിത്തൂസ് മദർ. ഇത് എക്സസൈസ് 1 ആണേ.
Ritu's mother what? Baked a cake. റിത്തുവിൻ്റെ അമ്മ കേക്ക് ഉണ്ടാക്കി. നിങ്ങളുടെ ഉമ്മ കേക്ക് ഉണ്ടാക്കിയോ? ഇന്ന് അടി ഉണ്ടാക്കണം കേട്ടോ വീട്ടിൽ. കേക്ക് ഉണ്ടാക്കി താന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞ കേട്ടോ. റിത്തുസ് മദർ ബേക്ക്ഡ് എ കേക്ക് ഓൺ ഹെർ ബർത്ത്ഡേ. ഓൺ ഹെർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക് റിത്തുവിൻ്റെ അമ്മ ഒരു കേക്ക് ഉണ്ടാക്കി, കേക്ക് ബേക്ക് ചെയ്തു. അപ്പോൾ ഇത് പൊസസീവ് പ്രോനൗൺ ആണോ അതോ പൊസസീവ് അഡ്ജക്റ്റീവ് ആണോ എന്ന് നോക്കണം. ഇത് പൊസസീവ് പ്രോനൗൺ ആണോ പൊസസീവ് അഡ്ജക്റ്റീവ് ആണോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹെർ ബർത്ത്ഡേ. ഇവിടെ ഹെർ എന്തായിട്ടാ യൂസ് ചെയ്തിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടല്ലേ. അപ്പോൾ എന്തായാലും എന്താണ് ഹെർ എന്നുള്ളത്? എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അഡ്ജക്റ്റീവ് ആണെങ്കിൽ എന്താക്കണമെന്ന ക്വസ്റ്റ്യനിൽ സർക്കിൾ ദ പൊസസീവ് അഡ്ജക്റ്റീവ്. പൊസസീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഇത് സർക്കിൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സർക്കിൾ ചെയ്തു. ഇനി ഇവിടെ ഏതെങ്കിലും പൊസസീവ് പ്രോനൗൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ വെറുതെ വിട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? He broke his arm. ഇവിടെ രണ്ട് സംഗതികളുണ്ട് കണ്ടോ. ഹീ ഉണ്ട്, ഹിസ് ഉണ്ട്. ഹീ ഉണ്ട്, ഹിസ് ഉണ്ട് അല്ലേ. അപ്പോൾ അണ്ടർലൈൻ ദ പൊസസീവ് പ്രോനൗൺ. പൊസസീവ് പ്രോനൗൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം അല്ലേ. പൊസസീവ് പ്രോനൗൺ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ഇതിൽ പൊസസീവ് പ്രോനൗണും ഉണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ട്. പൊസസീവ് അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു എന്തെന്നാണ്? നൗണിന് മുന്നേ ആയിരിക്കും വരിക അല്ലേ, നൗണിന് പകരമൊക്കെ യൂസ് ചെയ്യും ഇല്ലേ. അത് പൊസസീവ് പ്രോനൗൺ. അപ്പോൾ പൊസസീവ് പ്രോനൗൺ നൗണിന് ശേഷം വരും, പൊസസീവ് അഡ്ജക്റ്റീവോ നൗണിന് മുന്നേ വരും. പൊസസീവ് അഡ്ജക്റ്റീവ് എന്താ? നൗണിന് മുന്നേ ഒക്കെ വരും അല്ലേ. പൊസസീവ് അഡ്ജക്റ്റീവ് എവിടെ വരും? പൊസസീവ് അഡ്ജക്റ്റീവ് നൗണിന് മുന്നേ വരും. ഓക്കെ, അപ്പോൾ നോക്കുക. ഹീ ബ്രോക്ക് ഹിസ് ആം. ഹീ ബ്രോക്ക് ഹിസ് ആം. ഇതിൽ ഹീ ഉണ്ട്, ഹിസ് ഉണ്ട്. ഇതിൽ ഏത് അണ്ടർലൈൻ ചെയ്യും, ഏത് സർക്കിൾ ചെയ്യും? ആലോചിച്ച് നോക്ക്. ഹീ, ഹിസ്. ആലോചിച്ചോ? കിട്ടിയോ ആൻസർ? കിട്ടിയോ? അപ്പം എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ്? നമ്മൾ പറഞ്ഞു പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു നൗണിന് മുന്നേ വരുമെന്ന്. പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു നൗണിന് മുന്നേ വരും. എവിടെ? പൊസസീവ് അഡ്ജക്റ്റീവ് നൗണിന് മുന്നേ വരും. പറഞ്ഞില്ലേ? പറഞ്ഞോ? പറഞ്ഞു. അപ്പം പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ സർക്കിൾ ദ പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇത് സർക്കിൾ ചെയ്യുക അല്ലേ. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യുക. എന്നിട്ടോ പൊസസീവ് പ്രോനോൺ ആണെങ്കിലോ അണ്ടർലൈൻ ചെയ്യുക. ഇത് കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്യണം, നല്ലതായിരിക്കും അല്ലേ. പൊസസീവ് പ്രോനോൺ നമ്മൾ പറഞ്ഞു നൗണിന് പകരം വരുമെന്നല്ലേ. നൗണിന് പകരം വരുന്നത് എന്തെന്നാണ്? പൊസസീവ് പ്രോനൗൺ. അപ്പോൾ അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത രണ്ട് മിസ്സ് ചെയ്യണോ? അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുന്നില്ലേ? നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് തനിയെ ചെയ്യുമ്പോൾ ഇത് മിസ്സ് പറഞ്ഞു തന്നല്ലേ. സോ നെക്സ്റ്റ് രണ്ട് പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തോളൂ. ഓക്കെ. Okay, so next two questions you need to do as assignment and I'll send you the answers. Okay, inshallah. Next one, choose the correct possessive adjectives given in brackets and fill in the blanks. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെഷനിലോട്ട് കിടന്നു. അപ്പോൾ നമുക്കിത് മാറ്റാം. ശ്രദ്ധിച്ചിരിക്കണേ. This is just like a game. Choose the correct possessive adjectives given in brackets and fill in the blanks. അത് എളുപ്പമായി. അവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് പൊസസീവ് അഡ്ജക്റ്റീവ് ഏതാണെന്ന് നിങ്ങൾ എടുത്തെഴുതണം. ഏതാണ് കറക്റ്റ് പൊസസീവ് അഡ്ജക്റ്റീവ്? രണ്ട് ആൻസേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ നിന്നൊന്ന് കറക്റ്റ് എടുത്ത് ഇതിനകത്തോട്ട് എഴുതുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സെക്കൻഡ് ആണ്. Enid Blyton is dash. എന്തെന്ന് അവിടെ രണ്ട് ആൻസർ കൊടുത്തിരിക്കുന്നു. ഒന്ന് ഹേർ, പിന്നൊന്ന് ഷീ. പിന്നെന്താ? ഫേവറേറ്റ് ഓതർ. അപ്പോൾ ഇതിൽ ഹേർ വരുമോ ഷീ വരുമോ? ഷീ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതെവിടെ യൂസ് ചെയ്യാന്ന്. ആൻഡ് ഹേർ, ദിസ് ഓൾസോ. സീ ഹിയർ, Enid Blyton ഈസ് ഡാഷ് ഫേവറേറ്റ് ഓതർ. അപ്പോൾ ഇതെന്ന് പറയുന്നത്
ഇവിടെ എന്തായാലും ഹേർ ആൻഡ് ഷീ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തെന്നാണ്, ഏതോ ഒരു പെങ്കൊച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹേർ, അവളുടെ, അവൾ. അപ്പോൾ അവളുടെയാണോ അവളാണോ? വിച്ച് വൺ വിൽ ബി ദ ആൻസർ ഹിയർ? ജസ്റ്റ് ട്രൈ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. Enid Blyton is dash favorite author. What will be the correct answer? Here it is given her or she. So first one her and second one she. So which one will be suitable for this sentence? Can you say? Can you say? Which one will be the answer? Yeah, of course, here we have to write her. What is it? Her. So Enid Blyton is her favorite author. So this is the right answer. And we are moving on. Pooja loves to play. Pooja loves to play. Pooja loves to play hide and seek. Hide and seek in what? In dash house. Before that, let me write this. We or our house. Here also it's very easy. When we read the sentence itself, we will be able to find out the answer. ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാകും. സോ വാട്ട്? പൂജ ലവ്സ് ടു പ്ലേ. പൂജയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ. ഒളിച്ച് കളിയില്ലേ, സാറ്റ് കളി, നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഹൈഡ് ആൻഡ് സീക്ക് ഇൻ ഡാഷ് ഹൗസ് ഇല്ലേ? എവിടെയാണ്? വി ഹൗസ്, ആർ ഹൗസ് അല്ലേ? വി ആണോ ആർ ആണോ വരുന്നത്? ആരുടെ വീട്ടിലെന്നാണ് പറഞ്ഞത്? വി ആണോ ആർ ആണോ വരിക? ഓഫ് കോഴ്സ് ഇൻ ആർ ഹൗസ്, ആർ അല്ലേ? ആർ എന്നുള്ളതാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിലും 2 ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ എക്സസൈസിൽ 2 മിസ് ചെയ്തു, ബാക്കി 2 നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിരിക്കുകയാണ്. സോ യു ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് നെക്സ്റ്റ്, റീറൈറ്റ് ദീസ് സെൻറ്റൻസസ് യൂസിങ് പൊസസീവ് പ്രൊനൗൺസ്. 1 is done for you. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ഒരെണ്ണം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. അതെവിടെ എഴുതുക? ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാനായിട്ട് സ്പേസ് ഉണ്ട് അല്ലേ? ഈ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സ്പേസ് ഉണ്ട്. എ ഇട്ടേക്കുന്നതിൻ്റെ നേർക്കോ അല്ലെങ്കിൽ താഴെയായിട്ടോ എഴുതാം. നിങ്ങൾക്ക് ഈ സൈഡിൽ ഇങ്ങനെ എഴുതിയാൽ മതിയാകും. അവരൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് താഴെ എഴുതിയിട്ടാണ്. ബട്ട് യു ഹാവ് ടു റൈറ്റ് ഹിയർ ഓൺ ദിസ് സൈഡ്. യു ക്യാൻ റൈറ്റ് ദ ആൻസർ ബൈ പുട്ടിംഗ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ. കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് നിങ്ങൾ ഇവിടെ കറക്റ്റ് ആൻസർ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് മൈ ബാഗ്. ഇനി അവരൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട്, ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ട് എന്തെന്നാ കറക്റ്റായിട്ട് ആ സെൻറ്റൻസ് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അതൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് മൈ ബാഗ്. തേർഡ് വൺ ആണ് ദാറ്റ് ഈസ് മൈ ബാഗ്. ദാറ്റ് ഈസ് മൈ ബാഗ്, അതെൻ്റെ ബാഗാണ് എന്ന് പറയുന്നത് ആ ബാഗ് എൻ്റേതാണ് എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ വരും? ദാറ്റ് ബാഗ് ഈസ് മൈൻ. കണ്ടോ, രണ്ടും അർത്ഥം ഒന്നാണ്, പക്ഷേ പറയുന്നതിനകത്ത് ചെറിയൊരു വ്യത്യാസം. ദാറ്റ് ഈസ് മൈ ബാഗ്, അത് എൻ്റെ ബാഗാണ്. ദാറ്റ് ഈസ് മൈ ബാഗ്, അത് എൻ്റെ ബാഗാണ്. ഇനിയോ, ദാറ്റ് ബാഗ് ഈസ് മൈൻ, ആ ബാഗ് എൻ്റേതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാനാണ് പറഞ്ഞത്? റീറൈറ്റ് ദ സെൻറ്റൻസ് പൊസസീവ് പ്രോണൗൺ ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇത് പൊസസീവ് പ്രോണൗൺ ആയിരുന്നു. പൊസസീവ് പ്രോണൗൺ ഉപയോഗിച്ച് നമ്മൾ ഈ സെൻറ്റൻസിനെ ഇങ്ങനെ ആക്കി എഴുതി. അപ്പോൾ ഇനി രണ്ടാമത്തത്, ഇത് എ എന്നും പറഞ്ഞില്ല ഇട്ടേക്കുന്ന. ഇനി അടുത്ത ബി എന്ന ക്വസ്റ്റ്യൻ. These are my car keys. These are my car keys. അതല്ലേ ഉള്ളൂ? ഓക്കെ, ദീസ് ആർ മൈ കാർ കീസ്. ഓക്കെ, അപ്പം ഇത് എൻ്റെ കാർ കീ ആണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ദീസ് കാർ കീസ് ആർ മൈൻ. മൈ മാറ്റിയാണ് നമ്മൾ പൊസസീവ് പ്രൊനൗൺ ആക്കണ്ടല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതും? ദീസ് കാർ കീസ്. ആൻസറാണ് മിസ് രണ്ടാമത് എഴുതുന്നത്. ആർ മൈ അങ്ങ് മാറും അല്ലേ? മൈ മാറിയിട്ട് എന്താകും? മൈനാകും. മനസ്സിലായോ? ദീസ് ആർ മൈ കാർ കീസ്, അതോ ദീസ് കാർ കീസ് ആർ മൈൻ എന്നായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയേ ഉള്ളെന്നില്ല, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെ, ഇത്താത്തമാരെ തനിയെ അങ്ങ് ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നിട്ട് ആൻസേഴ്സ് എല്ലാം മിസ് ഇട്ട് തരുന്നുണ്ട് ഇൻഷാ അല്ലാ. സോ യു മസ്റ്റ് ഹാവ് എ ട്രൈ ഓഫ് ദീസ് 3 എക്സസൈസ്. ഇന്ന് മിസ്
3 exercises പഠിപ്പിച്ചു. Today I have taught you 3 exercises and half I have done and half I had given to you as assignment, and you have to have a try at least at home. Then you just keep the answers with you. Then what? I'll send the correct answers, then you can cross check the answers. Okay, എല്ലാവരും ആൻസേഴ്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആൻസേഴ്സ് എടുത്തെഴുതുക. അപ്പോൾ ഈ ഒരു എക്സസൈസ് മാത്രം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ സൈഡിലോട്ട് എടുത്തെഴുതണം. ബാക്കി വലുതായിട്ട് എഴുതാനൊന്നുമില്ല, ടിക്ക് ചെയ്യാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. ആൻഡ് whenever you need to underline or circle, please better use color pencils. Okay, so I hope you understood today's video and today's class also. Inshallah, I'll come with the new lesson in the next class. Till then, you take care. Assalamu alaikum.